പ്രാവചനീയമായ സന്ദേശങ്ങളുണ്ട്. അപ്പോൾ തന്നെ വ്യക്തിപരമായിട്ട് നമ്മളോട് ഓരോരുത്തരോടും ഓരോ ഭാഗവും സംസാരിക്കുവാനായിട്ടുണ്ട്. അതാണ് ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ ദൈവനിശ്വാസ്യത എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയമായ സാമൂഹ്യമായ ഒരു പശ്ചാത്തലങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. യെശയ്യാപ്രവചനം 44-ാമത് അധ്യായത്തിൻ്റെ 28 തിരുവചനം. യെശയ്യാപ്രവചനം 44:28. കോരശ് എൻ്റെ ഇടയൻ, അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കും എന്നും, യെരൂശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു. അതിൻ്റെ 45 യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈപ്പിടും. അതൊക്കെ വാക്യങ്ങൾ നമുക്ക് കാണാൻ പഠിച്ച് പ്രാർത്ഥിക്കാവുന്ന വാക്യങ്ങളാണ്. കതകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഇനി യെരമ്യാപ്രവചനം 25-ാമത് അധ്യായം. യെരമ്യാപ്രവചനം 25-ാമത്തെ അധ്യായം. നമ്മളെ ഒരു മിനിറ്റ്, അതിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവുമാകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന്. 12. അങ്ങനെ ഞാൻ ആ ദേശത്തേക്കുള്ള ഇനി 29-ാം അധ്യായം. യെശയ്യാപ്രവചനം യെരമ്യാപ്രവചനം 29-ാമത് അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. ഇനി 11-ാമത്തെ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. എല്ലാവരും പറഞ്ഞേ, ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാവ് പ്രവചിക്കുന്നു. അത് അതിന് മുമ്പാണ് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾക്ക് മുമ്പ് പറയുന്നു, ഈ ജാതിയെ ബാബേൽ രാജാവ് കൊണ്ടുപോവുകയും അതിനുശേഷം 70 സംവത്സരം തികയുമ്പോൾ ഞാൻ അവയെ സന്ദർശിക്കുകയും മടക്കി വരുത്തുകയും ചെയ്യും. എങ്ങനെ മടക്കി വരുത്തും എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഒരു സ്വാഭാവികമായി നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അവർ ദൈവത്തിൻ്റെ ജനമാണ്, അവരിടയ്ക്ക് പാപം ചെയ്യും. അപ്പോൾ നല്ല അടി കിട്ടും. നല്ല അടി കിട്ടുമ്പോൾ അവർ രട്ടിലും വെണ്ണിലും കിടക്കും, കരയും, ശരിയാവും, എല്ലാം ഓക്കെ ആവും. പിന്നെയും അകലും, പിന്നെ എന്ത് കിട്ടും? അടി കിട്ടും. നമ്മളെപ്പോലൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് കരയും, പ്രാർത്ഥിക്കും, അപ്പം ജോലി കിട്ടും. പിന്നെ ഇടയ്ക്ക് ജോലിക്ക് പ്രശ്നം വരുമ്പോൾ പിന്നെയും ഭയങ്കര ഉപവാസവും പ്രാർത്ഥനയൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വഴിക്കോട്ട് കാണത്തില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ അടി കിട്ടും, പിന്നെയും പ്രാർത്ഥിക്കും. ഇതൊക്കെ തന്നെയാണ്, എല്ലാം സ്വാഭാവിക മനുഷ്യരല്ലേ. അപ്പോൾ ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം. ആ ചരിത്രത്തിൽ അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്നു. ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് അവിടെ ദേവാലയം തകർക്കപ്പെട്ടു. ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തു. ചെറുപ്പക്കാരെ എല്ലാം കൊണ്ടുപോവുകയും ചെയ്തു. ഇന്ന് കേരളമൊക്കെ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. ചെറുപ്പക്കാരെല്ലാം പോവുകയാണ്. പോയതുകൊണ്ട് ഇനി ഒരു പണി ബുദ്ധിമുട്ടാണ്. കാരണം മിടുക്കരായ കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുപോയി. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്: ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷങ്ങളിൽ തൂക്കിയിട്ടു. അപ്പോൾ ഇതൊക്കെ ഒരു സമാനമായൊരു പശ്ചാത്തലമാണ്. സംഗീതം 126 പറയുന്നു: കണ്ണീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് പോയി കറ്റ ചുമന്ന് ആർപ്പോടെ വരും. ഇതെല്ലാം ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇതിൻ്റെ ഒരു പ്രതിപാദ്യം. അങ്ങനെ ഇസ്രായേൽ ബാബേൽ സാമ്രാജ്യത്തിലേക്ക് അടിമകളായി പോവുകയും അവിടെ ദേവാലയം തകർക്കപ്പെടുകയും ചെയ്തു.
ഈ ദേവാലയം തകർക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു സമൂഹത്തെയും പിടിച്ചു നിർത്തുന്നത് ദേവാലയങ്ങളാണ്. ഒരു സമൂഹം നിലനിൽക്കണമെങ്കിൽ പ്രധാനമായ ഒരു കണ്ണി ദേവാലയമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഈ മലയാളി ക്രൈസ്തവരുടെ ഒരു രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മലയാളി ക്രൈസ്തവൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്, അവരെപ്പോഴും സാഹസികതകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അത് മലയാളി ക്രൈസ്തവൻ്റെ ഒരു രക്തമാണ്. അവർ കുടിയേറ്റക്കാരായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചായന്മാരെല്ലാം ഒത്തിരി പേര് പാലായിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കോട്ടയത്തു നിന്നും ഒക്കെ കുടിയേറി മലബാറിൽ പോയി, നിലമ്പൂർ പോയി, കണ്ണൂർ പോയി, കാസർഗോഡ് പോയി. അവിടെയൊക്കെ ചെന്നാൽ കുടിയേറ്റ ഗ്രാമങ്ങളുണ്ട്. കേട്ടിട്ടുണ്ടോ? കുടിയേറ്റ ഗ്രാമങ്ങളുണ്ട്. അവരോടൊക്കെ വർത്തമാനം പറയുമ്പോൾ എവിടുന്നാണ് വന്നെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വല്യപ്പം കോട്ടയത്തു നിന്ന് വന്നതാണ്, വല്യമ്മച്ചി അങ്ങ് മുണ്ടക്കയംകാരത്തിയായിരുന്നു പറയുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മംഗലാപുരത്തോട്ടൊക്കെ പോയാൽ നെല്ലിയാടി, മറുതാളം, ഉപ്പനങ്ങാടി, ബെൽത്തങ്ങാടി ഈ ഭാഗത്തെല്ലാം ചെന്നാൽ മുഴുവൻ മലയാളിക്കാരാണ്. ഞാൻ കുറച്ച് ആക്കുമ്പോൾ അതുവഴി പോയപ്പോൾ റാസ് നടക്കുന്നു, മുമ്പിൽ പാട്ട് പാടുന്നു, മംഗളമായി തീരണം ഈ പെരുന്നാളെന്നുള്ള പാട്ടൊക്കെ പാടി അവർ പ്രൊസഷനായിട്ട് പോവുകയാണ്. അതൊരു മലയാളിയുടെ ഒരു കൺസെപ്റ്റാണ്. പിന്നെ അവർ ഗൾഫിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം എവിടെ പോവുക? കാനഡയ്ക്ക് പോയി, അയർലൻഡിൽ പോയി. അയർലൻഡിൽ ചെന്നിട്ട് റിമി ടോമിയെ കൊണ്ടുവന്ന് ഓണം നടത്തി, ചണ്ട കൊട്ടി, എല്ലാവർക്കും അടിയൊക്കെ കിട്ടി. കാരണം മലയാളി എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തും. അപ്പോൾ അങ്ങനെ ഈ മലയാളികൾ പോയപ്പോൾ മലയാളി ക്രൈസ്തവർ ചെയ്ത ഒരു കാര്യമുണ്ട്. ഒരാൾ വന്നാൽ പിന്നെ കുടുംബക്കാരെയും ബന്ധുക്കളെ എല്ലാം എന്തു ചെയ്യും? കൊണ്ടുവരും. ഇപ്പോഴാണ് നമ്മൾ ജോലി ഉണ്ടെങ്കിൽ പറയാത്തത്. മറ്റേത് എവിടെയെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എല്ലാവരെയും കൊണ്ടുവരും. അങ്ങനെ അമേരിക്കയിലൊക്കെ ആദ്യം പോയവരെല്ലാവരെയും കൊണ്ടുപോയി, ഇപ്പം പോകുന്നവരാരെയും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഒരു 10 കുടുംബം വന്ന് അവർ അടുത്ത് ചെയ്യുന്ന ഒരു അച്ഛനെ വരുത്തും. അച്ഛനെ വരുത്തിയിട്ട് എന്തോ പണിയും? പള്ളി പണിതാൽ പിന്നെ ദേശം എല്ലാം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ നാട്ടിൽ ആന ഇറങ്ങും, പുലി ഇറങ്ങും. ആദ്യം പുലി ഇറങ്ങുമോ ആന ഇറങ്ങുകയൊക്കെ ചെയ്താൽ അന്ന് പള്ളിയിൽ എന്തോ അടിക്കുമെന്ന് അറിയാമോ? മണി അടിക്കും. 2 മണിയുണ്ട്. ശവം വരുമ്പം പതുക്കെ അടിക്കും. അപകടം വന്നാൽ കൂട്ടമണി അടിക്കും. കൂട്ടമണി അടിക്കുമ്പോൾ എല്ലാവരും പള്ളിയിലോട്ട് ഓടുമ്പോഴാണ് എന്താ വിഷയം. പിന്നെ അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ചർച്ച. പുലിയെ എങ്ങനെ പിടിക്കുക, ആനയെ എങ്ങനെ ഓടിക്കുക, അവിടുന്ന് ചണ്ട കൊട്ടും, പടക്കം എറിയും. ഇതെല്ലാം പള്ളിയാണ് തീരുമാനിക്കുന്നത്. പള്ളിമേട ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ പള്ളി എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ സിനാരിയോ നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 എം പിമാരെ ഉള്ളായിരുന്നു പാർലമെൻറ്റിൽ. അന്ന് അവരെ കളിയാക്കിയൊരു കാര്യമുണ്ട്, നാം 2 നമുക്ക് 2. 2 പേരുണ്ടായിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഇത്രയും വൻ ഭൂരിപക്ഷത്തോടെ വന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. ഒരു പള്ളിയാണ്. ആ പള്ളിയുടെ പേരിന് അയോധ്യ, രാമജന്മഭൂമിയാണ്. അദ്വാനിജിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയാണ് അവർക്കൊരു മുന്നേറ്റം കൊടുത്തത്. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെയും ഒരു യൂണിഫൈങ് ഫാക്റ്റ് പറയുന്നത് ഒരു ദേവാലയമാണ്. അവിടെ വേണം എല്ലാവരും വളരാൻ. അവരുടെ ഒരു ഓർമ്മ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ പള്ളി പോയി, ദേവാലയം പോയി. ഇനി അവർ തിരിച്ചു വരികാൻ അവർക്കൊരു സാധ്യതയില്ല. ദേവാലയം തകർക്കപ്പെട്ടത് മാത്രമല്ല, അതിൻ്റെ അടിത്തറ വരെ തകർക്കുകയും അതിനിടുന്ന ഉപകരണങ്ങളെല്ലാം കൊണ്ടുപോവുകയെല്ലാം ചെയ്യും. ഇനി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും? തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവർക്ക് ഏറ്റവും നിർണായകമായൊരു പ്രതിസന്ധി അവരുടെ മുമ്പിലുണ്ടായിരുന്നത്, യെരമ്യാവ് അതിന് മുമ്പ് പ്രവചിച്ചു, യെശയ്യാവ് പ്രവചിച്ചു. അത് രണ്ടുമാണ് നമ്മൾ വായിച്ചത്. പക്ഷേ ഇവിടെ മുമ്പിൽ വഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇവർക്കൊരു ലീഡറില്ല. ലീഡർ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഏത് കാര്യത്തിനും എന്ത് വേണം? ഒരു ലീഡർ വേണം. ഒരു സഭ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു ലീഡർ വേണം. നമ്മളെ സംബന്ധിച്ചോളം അത് പാസ്റ്ററാണ്. ഒരു പാസ്റ്റർ ലീഡർ വേണം. ലീഡറിൻ്റെ വാക്ക് എല്ലാവരും കേൾക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി. അതിൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഒരു ബസ് വരികയാണ്. ആ ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയി. ശ്രദ്ധിക്കണേ, ബസ്സിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയി. നമ്മൾ നേരെ വരുമ്പോൾ ബസ് വരുന്നു, ഡ്രൈവർ ഉറങ്ങിപ്പോയെന്ന് കണ്ടാൽ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഉറങ്ങിപ്പോയെങ്കിൽ ഒന്നീ റൈറ്റിലോട്ട് പോകും, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് പോകും. ഇടത്ത് ഓപ്പോസിറ്റ് ചാടിയാൽ രക്ഷപ്പെടത്തില്ലേ? രക്ഷപ്പെടാം. ഇനി 2 ഡ്രൈവർമാർ ഒരുപോലെ സ്റ്റിയറിങ്ങെ പിടിച്ചേക്കുക, എന്തോ ചെയ്യും? 2 പേര് ഒരുപോലെ സ്റ്റിയറിങ്ങെ പിടിച്ചാൽ വണ്ടി എങ്ങോട്ട് പോകും? ആർക്കും പറയാനൊക്കത്തില്ല, എങ്ങോട്ടും പോകാം. അതുകൊണ്ട് ഒരു ഡ്രൈവറേ ആകാവൂ, ഒത്തിരി ഡ്രൈവർമാർ പാടില്ലെന്നുള്ളതാണ് സത്യം. വണ്ടിക്കൊരു ലീഡർ, എല്ലാത്തിനും ഒരു ലീഡർ വേണ്ടേ? ഞാനൊരിക്കൽ വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരിക. നിങ്ങൾക്കറിയാം, ഇടുക്കിയിൽ നിന്ന് വരിക, മൊത്തം സൈഡിൽ കൊക്കയാണ്, വളവാണ്, ഇറക്കമാണ്, നല്ല രാത്രി കോടമഞ്ഞ് വീഴുക. അപ്പോൾ ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിൻ്റെ തൊട്ടടുത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ ജോമനൊക്കെ അറിയാം, ഞങ്ങളുടെ ഒരു ജോയിക്കുട്ടിച്ചാൻ 2 ജീപ്പ് ഓടിക്കുക. അപ്പോൾ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ജോയിക്കുട്ടിച്ചാൻ ഉറങ്ങിപ്പോയി, വണ്ടി കൊക്കയിൽ പോകുന്നു. ഞാൻ സ്റ്റിയറിങ് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതിനു മുമ്പ് ജോയിക്കുട്ടിച്ചാനോട് ദൈവാത്മാവ് പറഞ്ഞു, സ്റ്റിയറിങ്ങെ മുറുക്കെ പിടിച്ചോളാൻ, ഇല്ലെങ്കിൽ എല്ലാം പോയെന്നെ. ഇതാണ് 2-3 പേര് ഒന്നിച്ച് പിടിച്ചാലുള്ള കുഴപ്പം. അപ്പോൾ ഒരു ഡ്രൈവറെ ആകാവൂ, അല്ലേ? ഒരു ലീഡർ വേണം. അപ്പോൾ ഇവരുടെ പ്രശ്നം ലീഡറില്ലെന്നുള്ളതാണ്. ഇന്ത്യൻ പട്ടാളം അതിർത്തി നീക്കുക, പാകിസ്ഥാൻ വരിക,
അവരുടെ കൈ AK-47 ഉണ്ട്, ഉണ്ടയുണ്ട്. പക്ഷേ ഉണ്ടയുള്ള തോക്കുണ്ടെങ്കിലും വെടിവെക്കണമെങ്കിൽ ഫയറെന്ന് പറയാൻ ഒരാൾ വേണ്ടേ, നേതാവ് വേണ്ടേ, പോലീസുകാർ നിൽക്കുക, പിള്ളേർ കല്ലെറിയുക, ചാർജെന്ന് ലാത്തി കയ്യിലുണ്ട്, പക്ഷേ ചാർജെന്ന് പറയണമെങ്കിൽ കുറഞ്ഞൊരു DYSP റാങ്കിൽ ഒരാൾ വേണം. ഇതാണ് ലീഡർഷിപ്പ്. ഇവർക്കാരില്ല, ലീഡറില്ല. അപ്പോൾ ലീഡറില്ലാത്തതുകൊണ്ട് എങ്ങനെ പോവും? സ്റ്റാർട്ടെന്ന് പറയാൻ ഒരാൾ വേണ്ടേ. അന്നേരമാണ് തമ്പുരാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ദാസനെ ഉണർത്തും. ആ ദാസൻ്റെ പേരെന്താ? കോരശ്. കോരശ് എന്ന് പറയുന്നത് ഒരു യഹൂദനല്ല, വിജാതീയനായ ഒരാളെ ദൈവം ഉണർത്തുകയാണ്. വിജാതീയനായ ഒരാളെ പോലും ആർക്കുണർത്താൻ കഴിയും? ദൈവത്തിനോട്. എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞേ, എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. പാർസി രാജാവായ കോരശ്. അപ്പം ആ കോരശിന് പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാത്ത ഒരാളെ ദൈവം ഉണർത്തിക്കൊണ്ട് വരികയാണ്. ദൈവത്തിൻ്റെ വഴികളുണ്ട്. ദൈവത്തിന് എന്നും ദൈവത്തിൻ്റെ എന്തും കൊണ്ട് വഴികളുണ്ട്. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് വഴിയുണ്ട്. അതുകൊണ്ടാണ് സംഗീതത്തിൽ പറയുന്നുണ്ട്, ആഴിയിൽ അവന് വഴിയുണ്ട്. കാരണം അവരിങ്ങനെ വരികയാണ്. അവരിങ്ങനെ വന്നപ്പം താണ്ട് മുമ്പിൽ എന്തായി? ചെങ്കടൽ. ഇരുവരും എന്തായി? പാറക്കെട്ടായി. പുറകിൽ ഫറവോന്യ സൈന്യം. ഇനി എന്തോ ഉണ്ട്? വഴിയില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ ഇവിടെയും വഴി തുറക്കും. മോശയോട് ദൈവം പറയുന്നു, നീ വടി നീട്ടാൻ പറയുന്നു. വടി നീട്ടിയപ്പോൾ കടൽ എന്തായി? രണ്ടായി. ചെങ്കടലിൽ എന്തോ ഉണ്ട്? വഴിയുണ്ട്. ആഴിയിൽ ദൈവത്തിന് വഴിയുണ്ട്. എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. അപ്പോൾ അവിടെ ഒന്നാമത്തെ പ്രശ്നം ലീഡർഷിപ്പ് ഇല്ലെന്നുള്ളതായിരുന്നു. ദൈവം ലീഡർഷിപ്പിന് വേണ്ടി കോരശിനെ ഉണർത്തി. വായിക്കാം 2 ദിനവൃത്താന്ത പുസ്തകം. എൻ്റെ കൂടുന്ന് വരണേ. 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, അതിൻ്റെ അവസാന അധ്യായത്തിൽ കാണുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം നിവർത്തീകരിക്കാൻ ദൈവം തൻ്റെ വഴികളെ ഒരുക്കുന്ന ഭാഗത്തെ വളരെ കൃത്യമായിട്ട് അവിടെ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ചരിത്രം പഠിക്കാൻ വേണ്ടിയല്ല, ചരിത്രത്തിൽ ഇടപെട്ട ദൈവം നമ്മുടെ ജീവിത ചരിത്രത്തിലും ഇടപെടുമെന്നുള്ള ബോധ്യത്തിന് വേണ്ടിയാണ് പഠിക്കുക. അതുകൊണ്ടാണ് യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തി. അതാണ് 22-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 36-ാമത് അധ്യായത്തിൻ്റെ 2 ദിനവൃത്താന്ത പുസ്തകം 36-ാമത് അധ്യായത്തിൻ്റെ 22. യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തി. മനസ്സിനെ ഉണർത്തിയിട്ട് രാജാവ് എന്തു കൊടുത്തു? ഒരു വിളംബരം കൊടുത്തു. രാജാവ് വിളംബരം കൊടുത്തു എന്ന് പറയുന്നതിനെ നമ്മൾ വെറുതെ വായിക്കരുത്. സാധാരണ അന്ന് ഈ സോഷ്യൽ മീഡിയ സംവിധാനമൊന്നും ഇല്ല. അന്ന് വിളംബരം കൊടുക്കുന്നത് എങ്ങനെ അറിയിപ്പ്? രാജാവിൻ്റെ ആൾക്കാർ പോയി ഇന്ന് ഓരോ മുക്കരും എന്ത് കൊട്ടും? വലിയ ചണ്ട കൊട്ടും. വലിയ ചണ്ടയുണ്ട്. ഡുൺ ഡുൺ ഡുണ്ടെന്ന് അടിക്കും. അടിക്കുമ്പോൾ എല്ലാവരും വന്ന് നോക്കും എന്താണ് സംഭവിച്ചത്. അപ്പോൾ ഈ യഹൂദനൊക്കെ ഈ പ്രവാസി ലോകത്താണ്. അവർക്കിനി തിരിച്ചു പോകണമെന്ന് എല്ലാവർക്കും ഇഷ്ടമില്ല. അതിനെന്താ കാര്യം ചോദിച്ചാൽ, ഞാൻ എത്രയോ അമേരിക്കക്കാരെ കണ്ടു, എത്രയോ പേര് എന്നോട് പറഞ്ഞു, പാസ്റ്റേ കൊച്ചിൻ്റെ കല്യാണം കൂടെ കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് നാട്ടിൽ വരിക, എന്നിട്ട് നമുക്ക് പിന്നെ അവിടെ കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യണം. ആരെങ്കിലും വന്നോ? വന്ന എത്ര പേരുടെ കഥ അറിയാം? ഇല്ല. ഇനി അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം എന്നെ വരാത്ത മോക്ക് കുഞ്ഞുണ്ടായി, അവളെ വളർത്താൻ ആരെയില്ല, അതുകൊണ്ട് നിൽക്കുക. ഇപ്പം എന്നെ വരാൻ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവിടെ ഇൻഷുറൻസ് ഉണ്ട്, നാട്ടിൽ ഇൻഷുറൻസ് ഇല്ല. ഇപ്പം എന്നെ വരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നാട് ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും പ്രവാസത്തിൽ പോയാൽ പിന്നെ അവിടുമായിട്ട് അങ്ങ് അക്യൂൻ്റ് ആവും, തിരിച്ച് വരാൻ പാടാണ്. അപ്പോൾ ആ പ്രശ്നത്തിനാണ് ഇവർ ചെന്നിങ്ങനെ നോക്കുമ്പം കൊട്ടിയിട്ട് പറയുകയാണ്, ഡുൺ ഡുൺ ഡുന്ന ഭയങ്കര അടി നടക്കുകയാണ്. എന്താണ്? ചെണ്ടയടിക്കുകയാണ്. അടിക്കുമ്പോൾ അവർ ചെന്നു. ചെണ്ട കണ്ടിട്ടുണ്ടോ? വലിയ ചെണ്ടയിൽ അടി നടക്കുകയാണ്. അവർ ചെന്നപ്പം പറയുന്നു വിളംബരം. എന്താണ് വിളംബരം? പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമാണ് എനിക്കിതെല്ലാം തന്നിട്ടിരിക്കുന്നത്. അതുകൊണ്ട് യഹൂദയിലെ യെരൂശലേമിൽ അവൻ എന്ത് പണിയണം? ആലയം പണിയണം. അവൻ്റെ ജനത്തിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പോകട്ടെ, അവൻ യാത്ര പുറപ്പെടട്ടെ. അത് ഭയങ്കര വിളംബരമാണ്. യാത്ര പുറപ്പെടട്ടെ. യഹൂദനൊക്കെ ഇങ്ങനെ പോകാതൊക്കെ നിൽക്കുകയാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ വഴികളല്ല. കാരണം ദൈവാത്മാവ് എത്രയോ വർഷം മുമ്പ് യെശയ്യാവ് യെരമ്യാ പ്രവചിച്ചു, നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. 70 ആണ്ട് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിക്കും, ഞാൻ നിങ്ങളെ മടക്കി വരുത്തുമെന്ന് പറഞ്ഞ ദൂത് നിവർത്തീകരിക്കണം. ദൈവത്തിൻ്റെ വചനം നിവർത്തീകരിക്കും. എങ്ങനെ? അവൻ്റെ വഴികളിലൂടെ. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല. ആണോ? അല്ല. അങ്ങനെ ഒന്നാമത്തെ പ്രശ്നമാണ്, അവർക്ക് ലീഡർഷിപ്പില്ല. കോരശ് ഒരു ലീഡർഷിപ്പ് എടുക്കുകയാണ്. എസ്രായുടെ പുസ്തകത്തിൽ പറയുന്നു, യെരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ പ്രവചനം നിവർത്തിയാകേണ്ടതിന് ദൈവം തൻ്റെ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് എന്ത് പ്രസിദ്ധമാക്കി?
രേഖാമൂലം വിളംബരം പ്രസിദ്ധമാക്കി. എന്നോട് പറഞ്ഞിരിക്കുന്നു ഒരാലയം പണിയാൻ, അതുകൊണ്ട് നിങ്ങൾ പോകാൻ പറയുന്നു. അങ്ങനെ പോവുകയാണ്. ഇനി രണ്ടാമത്തെ അവരുടെ ഒരു പ്രശ്നമായിരുന്നു പണം. പോണെങ്കിൽ എപ്പോഴും എന്ത് വേണം? പണം വേണം. പണം വലിയൊരു ഘടകമല്ലേ? പണം വേണം. പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക്, കർത്താവിൻ്റെ പ്രവൃത്തിക്ക് പണവും ഒരു തടസ്സമല്ല. ഇവരൊന്ന് പോകാൻ അവർക്ക് ലീഡറില്ല. ലീഡർഷിപ്പായി കോരശ് പറഞ്ഞു പോകാൻ. രണ്ടാമത്തെ പ്രശ്നം അവർക്ക് എന്തില്ല? പൈസ വേണ്ടേ മക്കളെ? പോകണ്ടേ? ഇത്രയൊരു യാത്ര പോകണ്ടേ? അവിടെ ചെന്ന് ആരെയും പണിയണ്ടേ? അപ്പോഴാണ് പ്രവാചകൻ്റെ കൽപ്പന, രാജാവിൻ്റെ കൽപ്പന എന്താണ്? പോകുന്നവർക്ക് അതത് സ്ഥലത്തിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരുശലേമിൻ്റെ ദേവാലയം വകയ്ക്കായി എന്ത് കൊടുക്കണം? ഔദാര്യദാനങ്ങളെ കൊടുക്കണം. അപ്പോൾ അവർ ഔദാര്യദാനങ്ങളെ കൊടുക്കാൻ പറഞ്ഞു. പണത്തിൻ്റെ പ്രശ്നം മാറിയോ? എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ. അവരൊരു കുറ്റി അടിച്ചുകൊണ്ട് ഇറങ്ങിയില്ല, രസീത് ചോദിച്ചില്ല, അവരാരോടും പിരിവ് ചോദിച്ചില്ല, അവർ എല്ലാ വീടുകളിലും കയറിയില്ല. രാജാവ് കൽപ്പന കൊടുത്തു, പോകുന്നവർക്കെല്ലാം സ്വദേശികൾ പണം കൊടുത്തു വേണം വിടാൻ. കണ്ടോ, ആ വിജാതീയരായ അവരെയും കൊണ്ട്, ബാബേൽ പ്രവാസത്തിൽ ഇരുന്ന അവരെയും കൊണ്ട് പണം കൊടുപ്പിച്ച എൻ്റെ ദൈവം. എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ. അങ്ങനെ അവർ പോവുകയാണ്. പോകുന്നതിൻ്റെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാബേൽ രാജായ നെബൂഖദ്നേസർ അവിടേക്ക് പോയ പട്ടണങ്ങളുടെ പേര് 2-2 സെരുബാബേൽ. നമ്മൾ പിന്നെ പലരെയും കാണുന്നുണ്ട്. എസ്രായുടെ നേതൃത്വത്തിൽ വരുന്നുണ്ട്, പിന്നെ നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ വരുന്നവരെ കാണുന്നുണ്ട്. ഇവിടെ സെരുബാബേലിൻ്റെ കൂടെ വന്നവർ യോശുവ അല്ല, നെഹമ്യ, സെരയാവ്, അങ്ങനെ ഒരു ലിസ്റ്റാണ്. പിന്നെ ഇസ്രായേൽ ജനത്തിൻ്റെ പുരുഷന്മാരുടെ എണ്ണം ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞു. ആ ലിസ്റ്റിൻ്റെ കണക്ക് നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 64-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. സഭ ആകെ 42,360 പേരായിരുന്നു. എത്രയായിരുന്നു? 42,360 പേര് തിരിക്കുകയാണ്. ഇനി അവരുടെ ദാസീദാസന്മാർ അവർക്ക് 7,337 പേര്. ഇനി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ഈ കൂട്ടത്തിൽ എന്തുകൊണ്ടെന്നറിയാമോ? 200 സംഗീതക്കാരും പിന്നെ സംഗീതക്കാരിലും ഇത്രയും കൊയറൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഇത്രയും പേരൊക്കെ കൊയറിലെല്ലാം ഉണ്ടല്ലോ. പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ താണ്ട് പവർ വിഷന് വേണ്ടി എന്തോ ആലോചിച്ചിട്ടാ, ടിബിനെ, ഷാരോനെ, ടിൻറ്റുവെ, പിന്നെ 2 പെൺകുഞ്ഞുങ്ങളെ, ശ്രേയ, മറ്റൊരു മോള്, ഇവരെ പിന്നെ അരിച്ച് ഗുണിച്ച്, എന്നിട്ടും ക്യാമറ എല്ലാം പകുതി അവിടെ ഇരിക്കുന്നു, ഓർഗൻ അവിടെ വെച്ചേക്കുന്നു. പിന്നെ എന്ത് പാടുപെട്ട ഇതെല്ലാം എടുത്തുകൊണ്ട് വന്നു. ആകെപ്പാടെ 3 പേരെ കൊണ്ടുവന്നതിന് 30 വട്ടം ആലോചിക്കേണ്ടതെന്ന്. അപ്പോഴാണ് ഇവർ 200 പേരെ കൊണ്ടുവന്നു. 1ഉം 2ഉം അല്ല, എത്ര പേരാ? 200 പേര്. 200 പേരുമായിട്ട് വരികയാണ്. ഈ 200 പേര് ആരാണ്? പാട്ടുകാരാണ്. ചെറിയ കൊയറാണോ? അല്ല, ഭയങ്കര കൊയറാണ്. 101 ഉള്ളൂ മാരാമണ്ട് പോലും. ഇവിടെ എത്രയായി? 200 പേരുടെ വലിയൊരു കൊയർ. ഈ കൊയറും എല്ലാം ആയിട്ട് വന്നു. പക്ഷേ വന്നു കഴിഞ്ഞ് പിന്നെയും പ്രശ്നം എന്നാണെന്നറിയാമോ? ഇവരെല്ലാം യെരുശലേമിന് വന്നപ്പം 2-70 എല്ലാവരും താങ്കളുടെ എവിടെ പോയി? പട്ടണങ്ങളിൽ പോയി. വന്നത് എന്ത് പണിയാനാ? ആലയം പണിയാനാണ്. പക്ഷെ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ അപ്പച്ചൻ അവിടെ ഉണ്ട്, അപ്പാപ്പൻ്റെ വീട് അവിടെ ഉണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി. ഇത് നമുക്കെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യത്തോട് വരും. പിന്നെ എല്ലാവരും അവരവരുടെ ആൾക്കാരെ എന്ത് ചെയ്യാൻ പോകും? കാണാൻ പോകും. അവിടെ പതുക്കെ അങ്ങ് തമ്പടിച്ചു. അപ്പോഴാണ് 3-ാം അധ്യായം, ഇതിനിടയ്ക്ക് ഗ്യാപ്പുണ്ട്. 3-ാം അധ്യായത്തിൽ 7-ാം മാസത്തിൽ അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ട് യെരുശലേമിൽ എന്ത് ചെയ്തു? വന്നുകൂടി. അപ്പോൾ ഇനിയും ദൈവത്തിൻ്റെ പണി നിവർത്തിയിരിക്കാൻ പോകുകയാണ്. രാജാവിനെ ഉണർത്തി, കൽപ്പന കൊടുത്തു, വിളംബരം കൊടുത്തു. എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. 2 അവരോട് പറഞ്ഞു പണമില്ല. പണത്തിൻ്റെ വഴി തീർത്തു. ദൈവാത്മാവ് കോരശിലൂടെ പറയുകയാണ്, പോകുന്നവരെല്ലാം ഇവർക്ക് എന്ത് കൊടുക്കണം? സമ്മാനങ്ങൾ കൊടുക്കണം. ആലയം വക എല്ലാം പുറത്തെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇവരെങ്ങനെ പണിയാനായിട്ട് ഇവർ വന്നപ്പോൾ ഇവർ വീണ്ടും പോയി. പക്ഷേ ഇവരെ എല്ലാം തിരിച്ചു വിളിച്ചു. അവിടെ ഒരു പ്രധാനപ്പെട്ട വാക്ക് കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും എങ്ങനെ വന്നുകൂടി? ഒരുമനപ്പെട്ട് യെരുശലേമിൽ എന്ത് ചെയ്തു? വന്നുകൂടി. ഇനിയും വലിയൊരു ഉണർവുണ്ടാകാൻ പോവുകയാണ്. ഇതെല്ലാ കാലത്തും ആവശ്യമാണ്. ഇവരെ ആലയം പണിതു, പൊളിച്ചു, പിന്നെ പണിയുന്നു, വരുന്നു. ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് ഒരു മന്ദതയുണ്ടാകും. എല്ലാ മൂവ്മെൻറ്റിനും സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് ലോകമെമ്പാടും ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടിയും ഒരു സഭാവളർച്ചയ്ക്ക് വേണ്ടിയും ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം തന്നെ കർത്താവേ, ഇങ്ങനെ പോയാൽ പോരാ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ പോരാ, എനിക്കും പ്രായമായി വരുന്നു എന്നൊരു ചിന്ത എന്നെ ഭരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ഒരു ആയുസ് കൊണ്ട് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? അതെന്ത് ചെയ്യാനുള്ള ആരോഗ്യം തരണം.
വേല ചെയ്ത് തീർക്കണം. ഒരു കർത്താവ് ഏൽപ്പിച്ച ഒരു വേല ചെയ്യണ്ടേ? കർത്താവ് അപ്പോൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ ഇവിടോട്ട് വന്നത് ബാംഗ്ലൂർ ചെന്നിട്ടാണ്. അത്ഭുതകരമായൊരു അതാണ് എനിക്ക് ഈ പ്രസംഗത്തിനൊരു കാരണം. അവരുടെ 400 പാസ്റ്റർമാർ ഒന്നിച്ചു കൂടി അവരെല്ലാ മാസവും പ്രാർത്ഥിക്കുന്നു. 2 പേരിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. ഒന്ന് പെൻഡക്കോസ്റ്റൽ യൂണിറ്റി, സഭകളുടെ യൂണിറ്റി ഓഫ് ദ ചർച്ചസ്. 2 ഗ്ലോബൽ റിവൈവൽ. ഇതിനു വേണ്ടി അവർ എല്ലാ മാസവും 400-ലധികം പാസ്റ്റർമാർ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും കൂടി, ഒരുപക്ഷെ വലിയ വലിയ ആൾക്കാരൊന്നും ആ ഘട്ടത്തിലില്ലെങ്കിലും 400-ലധികം ദൈവദാസന്മാർ കൂടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കുചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവർ പ്രാർത്ഥിക്കുന്നത് സഭയുടെ എന്തിനു വേണ്ടിയാണ്? യൂണിറ്റി ഓഫ് ദ ചർച്ചസ് ആൻഡ് ദ എൻഡ് ടൈം ഗ്ലോബൽ റിവൈവൽ. ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ത് കൂടണം? ഒരുമനപ്പെടണം. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ, എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ചൊന്ന് പറഞ്ഞേ, എന്ത് ചെയ്യണം? ഒരുമനപ്പെടാം. കാരണം എല്ലാ മൂവ്മെൻറ്റും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു മൂവ്മെൻ്റ് ഉണ്ടാകും. ആ മൂവ്മെൻറ്റ് കുറച്ച് കഴിയുമ്പം മൂവ്മെൻറ്റ് ബിക്കം എ മെഷീൻ. സാധാരണ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. മെഷീനാകും. മൂവ്മെൻറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്താകും? ഒരു മെഷീനാകും. മെഷീൻ കുറച്ച് കഴിയുമ്പോൾ എന്തോ പറ്റുമെന്നറിയാം, മോണിമെൻ്റ് ആവും. അതായത് ഒരു വലിയ ഗുണമുണ്ടായ സ്ഥലത്തൊക്കെ നമ്മൾ എന്നാൽ പിന്നെ ഉണർവ് കുറച്ച് നാൾ യാന്ത്രികമായിട്ടൊക്കെ നടക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ വെയിൽസിലൊക്കെ ഞാനും പോയിട്ടുണ്ട്. കാണാൻ ചെല്ലുമ്പോൾ അവർ പറയും, വൺസ് അപ്പോൺ എ ടൈം ദെർ വാസ് എ മാൻ ലിവ്ഡ് ഹിയർ. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇവിടെ ഇരുന്നുകൊണ്ടാണ്. ഈ കാർപ്പറ്റിലാണ് മുട്ടുകുത്തിക്കൊണ്ടിരുന്നത്. ആ മുട്ടുകുത്തിൻ്റെ പാടാണ് ഈ കാണുന്നത്. ഇവിടാണ് എന്ത് തുടങ്ങിയത്? ഉണർവ് തുടങ്ങിയത്. ഇപ്പോൾ അതെന്തായി? മോണിമെൻ്റായി. ഒന്നുകൂടെ പറഞ്ഞ്, മൂവ്മെൻറ്റ്, മെഷീന്, മോണിമെൻറ്റ്. ഒന്നുകൂടെ പറഞ്ഞ മക്കളെ, മൂവ്മെൻറ്റ്, മെഷീൻ, മോണിമെൻറ്റ്. അപ്പോൾ ഈ മെഷീൻ മോണിമെൻ്റ് ആകുന്നതിന് മുമ്പ് റിവൈവ് ആകണം. ആ റിവൈവ് ആകണമെങ്കിൽ ഒന്നാമത് കാണേണ്ടത് ഒരുമനപ്പെടണം. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. എനിക്ക് ഈ ഒരുമനപ്പെടണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്. ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഞാൻ ഇടപെട്ട എന്ന് പറഞ്ഞാൽ ഞാനിത് ശ്രദ്ധിച്ച ഒരാളാണ്. അപ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ ഒരു സിറ്റുവേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പെന്തക്കോസ്റ്റുകാരൻ്റെ ഒരു ആവശ്യത്തിന് ഇടപെട്ടപ്പോൾ ഞാൻ കേട്ടതുമായ മറുപടി എന്ന് പറയുന്നത്, പെന്തക്കോസ്റ്റുകാരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അമ്മമാരെ ഈ പറയുന്ന ഒന്നും ഒരുമിക്കാനൊന്നും പോകുന്നില്ല, നമുക്ക് പേടിക്കേണ്ട, നമുക്ക് ആവശ്യം വരുമ്പോൾ അമ്മമാരെ ഇൻഡിവിജ്വലി ഹാൻഡിൽ ചെയ്താൽ മതി. അത് സത്യമാണ്. ഇൻഡിവിജ്വലി ഓരോരുത്തരെ ഹാൻഡിൽ ചെയ്താൽ മതി, ഇവർ ഒന്നിക്കുന്ന കൂട്ടരല്ലെന്ന് പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ എനിക്കൊരു ഹോളി ആങ്കർ ഉണ്ടായി. ഒരു ഹോളി ആങ്കർ എന്നൊക്കെ പറയുന്നത് എന്താ? വിശുദ്ധമായൊരു കോപം, വെറും കോപമല്ല, ഹോളി ആങ്കറാ. കാരണം ഈ വർഗം ഒരുമനപ്പെടത്തില്ലെന്നൊക്കെ പറയുന്നതൊന്നും മാറ്റണ്ടേ? അപ്പോൾ എന്തിനു വേണ്ടി ഒരുമനപ്പെടണം? നമ്മൾ ഒരുമനപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വരുന്ന തലമുറ ഇവിടെ കാണണ്ടേ? അതിന് ഏറ്റവും അടിയന്തരമായൊരു കാര്യമാണ് ദൈവമക്കൾ എന്ത് ചെയ്യണം? ഒരുമനപ്പെടണം. അവർ ഒരുമനപ്പെട്ടു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അവരെന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. ഈ നെഹമ്യാവൊക്കെ പണിയൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഒരു റിവൈവലിൻ്റെ ചരിത്രമാണ്. അവിടെ കാണുന്നത് അവരൊരു നല്ല പ്രവൃത്തിക്കായി അന്യോന്യം എന്ത് ചെയ്തു? ധൈര്യപ്പെടുത്തി എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ദൈവമക്കളെ, നമ്മളെല്ലാവരും കൂടെ ഒരുമനപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. നമുക്ക് ഡിസഗ്രിമെൻസിനോ ഒത്തിരി കാര്യങ്ങൾ കാണും, ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ സാധാരണ പറയുന്നൊരു വാക്കുണ്ട്, എഗ്രി ടു ഡിസഗ്രി എന്ന് പറയാറുണ്ട്. എഗ്രി ടു ഡിസഗ്രി. എല്ലാം ഒത്തിട്ടൊക്കെയാണ് ഒരുമനപ്പെട്ട് പോകുന്നത്? അല്ല. പക്ഷെ ഒരു കോമൺ കോസ് ഉണ്ട്. ആ കോമൺ കോസിന് വേണ്ടി എന്ത് ചെയ്യാം? ഒരുമനപ്പെടാം. നമ്മുടെ കോമൺ കോസ് ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെയായാലും ദൈവരാജ്യം വളരണം, എങ്ങനെയായാലും ഒരു അന്ത്യകാല ഉണർവുണ്ടാകണം. അത് ആഗ്രഹിക്കുന്നവരൊന്ന് കരം ഉയർത്തി ദൈവത്തിനെ സ്തുതിച്ചാൽ. ആ അന്ത്യകാല ഉണർവിനെക്കുറിച്ചുള്ള പ്രത്യേകതകൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ കാണുന്നതുകൊണ്ട് കുറേ പേരുടെ പേരുണ്ട്. അത് ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു കാര്യം പറയട്ടെ, ദോഹയിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടി ആരെല്ലാം ഉണ്ടോ അവരുടെ എല്ലാം ചരിത്രം മേളിൽ കാണും. ദൈവത്തിൻ്റെ ചരിത്ര പുസ്തകമുണ്ട്. ആ ചരിത്ര പുസ്തകത്തിൽ നമുക്ക് പേരുണ്ടോ, ആ പേരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. ഇവിടെ കുറേ പേര് പുറപ്പെട്ടു വരികയാണ്. പ്രിയമുള്ളവരെ, ഇന്ന സഭയുടെ വളർച്ച, ഞാനിവിടെ കണ്ടപ്പോൾ ആ ഫോട്ടോ കണ്ടു. ഇന്ന ഒരു സഭയുടെ ഒരു പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ഒരു ആലയം പണിക്ക്, അല്ലെങ്കിൽ അവിടുത്തെ സൺഡേ സ്കൂളിനൊക്കെ ഇന്നാരുണ്ടെന്ന് പറയുമ്പോൾ അത് കേവലം സ്മരണയ്ക്ക് വേണ്ടിയല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ നമ്മുടെ ഒരു ചരിത്രം. ഈ ചരിത്രത്തിൽ നാമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുക. ദൈവമേ, എന്നെ കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി. അതിന് ഒന്നാമത്തെ കാര്യം, അവരെന്ത് ചെയ്തു?
ഒരുമനപ്പെട്ടു. എല്ലാവരും പറഞ്ഞേ എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞേ ഒരുമനപ്പെട്ടു. ഒരുമനപ്പെട്ടതൊരു കോഴ്സിന് വേണ്ടിയാണ്, ഒന്നാകാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരുമനപ്പെട്ട് കഴിഞ്ഞിട്ട് അവർ അടുത്ത ഭാഗത്ത് കാണുന്നുണ്ട്. രണ്ടാമത് അവർ ദൈവവചനത്തിലേക്ക് മടങ്ങി വരികയാണ്. വായിക്കാം. 3-ാമത്തെ അധ്യായത്തിൻ്റെ എഴുന്നേറ്റ് ദൈവപുരുഷനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ യാഗപീഠം പണിതു. 4-ാം വാക്യം ഇതിൻ്റെ മേളിലുണ്ട്. അവർ ദേശത്തെ യാഗപീഠത്തെ അതിനെ പണ്ടത്തെ നിലയിൽ എന്ത് ചെയ്തു? പണിതു. അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളെ കാലത്തും വൈകുന്നേരത്തും ഉള്ള ഹോമയാഗങ്ങളെ തന്നെ അർപ്പിച്ചു. എങ്ങനെ അർപ്പിച്ചു? എഴുതിയിരിക്കുന്ന പോലെ. എല്ലാവരും പറഞ്ഞേ എഴുതിയിരിക്കുന്നു. നമ്മൾ ഈ ലേവ്യ പുസ്തകം പഠിക്കുമ്പോൾ ഈ ഹോമയാഗങ്ങൾ അർപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ അർപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ അർപ്പിക്കണം? എഴുതിയിരിക്കുന്ന പോലെ. എല്ലാവരും പറഞ്ഞ് എന്ത് ചെയ്യുന്ന പോലെ? എഴുതിയിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഉണവിൻ്റെ ലക്ഷണം ദൈവവചനത്തിലേക്ക് മടങ്ങി വരികയാണ്. അതുകൊണ്ടാണ് ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടുത്തെ ചരിത്രത്തിൽ എസ്രാ ശാസ്ത്രി വന്നു കഴിയുമ്പോൾ അവർ എങ്ങനെയാണ് ആലയത്തിലേക്ക് മടങ്ങി വരുന്നതെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാം വാക്യം, എസ്രാ 8:15 കാണുന്നു. ഞാൻ അവരെ അഹാവയിലേക്ക് ഒഴുകുന്ന ആറ്റിനരികത്ത് കൂട്ടിവരുത്തുകയാണ്. എന്നാൽ നെഹമ്യാവ് പറയുമ്പോൾ 8-ാം അധ്യായം, നെഹമ്യാവ് 8 അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിൻ്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. അല്ലേ? ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുന്ന എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 2-ാം വാക്യം, 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ 3-ാം വാക്യം, നീർവാലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണം പുസ്തകം എന്ത് ചെയ്യാൻ തുടങ്ങി? വായിച്ച് സർവ്വജനവും ശ്രദ്ധിച്ച് കേട്ടു. കണ്ടോ? അവരെല്ലാവരും രാവിലെ മുതൽ ഉച്ചവരെ എന്ത് വായിച്ചു? ന്യായപ്രമാണ പുസ്തകം വായിച്ചു എന്ന് കാണുന്നു. വീണ്ടും എസ്രാ 5-ാം വാക്യം, എസ്രാ സകല ജനവും കാണുകെ പുസ്തകം എന്ത് ചെയ്തു? അവൻ സകല ജനത്തിനും മീതെ ആയിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. കണ്ടോ? അവർ എഴുന്നേറ്റ് നിന്ന്. നമുക്ക് ഈ പട്ടത്തെ സഭകളൊക്കെ ഏവങ്കല്യം വായിക്കുമ്പോൾ ജനം എന്തു ചെയ്യും? എഴുന്നേറ്റ് നിൽക്കും. പക്ഷേ ഇവിടെ വളരെ ഗൗരവമായിട്ട് കാണുകയാണ്. എവിടെയൊക്കെയോ ദൈവവചനത്തോടുള്ള ഒരു ആഭിമുഖ്യം കുറയുകയും വായന കുറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മക്കളെ ഇവിടെ വായിക്കുന്നു. രാവിലെ മുതൽ ഉച്ച വരെ അവരെന്ത് ചെയ്തു? വേദപുസ്തകം വായിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, രാവിലെ മുതൽ ഉച്ചവരെ എന്ത് ചെയ്തു? വേദപുസ്തകം വായിച്ചു. വേദപുസ്തകം വായന കുറഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെട്ട ഒരു സന്ദർഭമാണ്. എനിക്ക് എന്നോട് തന്നെ അവജ്ഞ തോന്നിയ ഒരു കാര്യം, ഒരു അവജ്ഞ, ഒരു ബുദ്ധിമുട്ട്, സങ്കടം, ഒരു അപകർഷത ഒക്കെ തോന്നിയ ഒരു ദിവസം. ഞാനൊരു ദിവസം വേദപുസ്തകമായിട്ടിരിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് വന്ന് എന്നോട് ചോദിച്ചു, പപ്പായ്ക്ക് ഇന്ന് പ്രസംഗം ഉണ്ടോ? അപ്പോൾ അവനറിയാം ഉപദേശിയായ ഞാൻ പുസ്തകം വായിക്കണേ എന്തോ വേണം? പ്രസംഗം ഉള്ളപ്പോഴല്ലേ വായിക്കത്തുള്ളൂ. ശനിയാഴ്ച രാത്രി ഭയങ്കര വായനയാണ്. ഞായറാഴ്ച ഞങ്ങളുടെ ഒരു ഉപദേശിയാണെങ്കിൽ ശനിയാഴ്ചയും തിരക്കായിപ്പോയി. ഞായറാഴ്ച രാവിലെ എഴുന്നേക്കാൻ താമസിച്ച് പുള്ളി സങ്കീർത്തന ഭാഷ്യം തുറന്നു വെച്ച് വേദവസം പ്രസംഗിച്ചു. ഏതായാലും കൃപയാൽ ഇന്ന് ഉപദേശിയല്ല, അത്രയൊരു ഗുണം. കാരണം സങ്കീർത്തന ഭാഷ്യം തുറന്നു വെച്ചാണ് പ്രസംഗിക്കുക. അത് നേരത്തെ ഒന്നും നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. ഇവിടെയാണ് അവർ രാവിലെ മുതൽ ഉച്ച വരെ എന്ത് വായിച്ചു? വേദവസം വായിച്ചു. രാവിലെ മുതൽ ഉച്ചവരെ വേദപുസ്തകം വായിച്ചു. സർവ്വജനവും എഴുന്നേറ്റ് നിന്ന് അതെന്ത് ചെയ്യാണ്? കേൾക്കുകയാണ്. അപ്പോൾ രണ്ടാമത്, 1 ഒരുമനപ്പെട്ടു, 2 എങ്ങോട്ട് മടങ്ങി വന്നു? ദൈവവചനത്തിലേക്ക് മടങ്ങി വന്നു. വേദപുസ്തകം വായിക്കണം. എല്ലാ മക്കളോടും ഞാൻ പറയും, വേദപുസ്തകം വായിക്കണം. ഇന്ന് വേദപുസ്തകം വായിച്ചാൽ, ഞങ്ങളുടെ ഒരു റോയിച്ചാനുണ്ട് റാന്നിക്കാർക്കെല്ലാം അറിയാം. കുഞ്ഞിന് MA മിടിക്കുകയാണ്. MA ലിറ്ററേച്ചർ കഴിഞ്ഞു. പിന്നെ എന്താണ് നെറ്റ് പാസ്സായി PhDക്ക് കേന്ദ്ര സർവകലാശാലയിൽ ഏറ്റവും ഫസ്റ്റ് റാങ്കിൽ, 1ാമത്തെ റാങ്കിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ കുഞ്ഞിൻ്റെ PhD ചെയ്യുമ്പോൾ അപ്പം ഞങ്ങൾ സ്നേഹിതരായതുകൊണ്ട് കല്യാണക്കാര്യം പറയും. അപ്പോൾ റോയിച്ചാൻ എന്നോട് ഒറ്റക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ, മോനെ കല്യാണം ആലോചിക്കുമ്പോൾ അവൾ PhD അല്ലേ, കുറഞ്ഞൊരു ഡിഗ്രിയെങ്കിലും ഒക്കെ വേണ്ടേ? മാക്സിമം വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ല, ഒരു ഡിഗ്രിയെങ്കിലും വേണം, അത്രയൊക്കെ ഉള്ളൂ. വേറെ ഡിമാൻഡൊന്നുമില്ല. പക്ഷേ ഒരൊറ്റ ഡിമാൻഡ്, ഏത് ചെറുക്കനെ നിനക്ക് കല്യാണം ആലോചിക്കാം, 1/2 മണിക്കൂർ വേദവസം വായിക്കണം, 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണം.
അപ്പം ഞാൻ ഒത്തിരി പിള്ളേർ ചോദിച്ചു, ശരി MTech ഉണ്ട്, PhD അല്ലേ, MBA ഉണ്ട്, എല്ലാം ഉണ്ട്, അരമണിക്കൂർ വേദോസം വായിക്കുമോ? ഇല്ല. സ്വയം കണ്ടീഷൻ തോറ്റു പോകുക. അദ്ദേഹം വെച്ച ഒറ്റ ഡിമാൻഡ്, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അരമണിക്കൂർ വേദോസം വായിക്കുക, അരമണിക്കൂർ പ്രാർത്ഥിക്കുകയും ചെയ്താൽ പിന്നെ അങ്ങ് രക്ഷപ്പെട്ടുള്ളൂ, ഉറപ്പാണ്. അപ്പോൾ ഇവരെങ്ങോട്ട് മടങ്ങി വന്നു? പുസ്തകത്തിലേക്ക് മടങ്ങി വന്നു. അവരെഴുന്നേറ്റ് ഇന്ന് വേദോസം വായിക്കുകയാണ്. ഇനിയും അങ്ങനെ വന്നിട്ട് അതിൻ്റെ 10-ാം വാക്യം 3:10, പണിയുന്നവർ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ ചട്ടപ്രകാരം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് വിശുദ്ധ വസ്ത്രം ധരിച്ച പുരോഹിതന്മാരെ കാഹളങ്ങളോടും ആസാഫീരായ ലേവ്യരെ കൈത്താങ്ങളോടും കൂടെ എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഉണർവിൻ്റെ 3-ാമത്തെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അവർ പണിയാണ്. ആ പണിക്ക് വേണ്ടി അവരെല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ആ വാക്കൊന്ന് പറയാമോ? എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. അത് ഒരു വലിയ ക്വാളിറ്റിയാണ്. ഒരു ചർച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു പണിയുടെ ക്വാളിറ്റി, എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തുകയാണ്. എല്ലാവരെയും കൂടെ നിർത്തുമെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവരും വേണമെന്നുള്ളതാണ് കാര്യം. ഞാനൊരു കൺവെൻഷൻ്റെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പാസ്റ്റർ, ഞാനും കൺവെൻഷനൊക്കെ പോകുന്നതാണ്, അപ്പം ഒരു പാസ്റ്റർ പാട്ടുകാരെ വല്ലാതെ ഒന്ന് വഴക്ക് പറഞ്ഞു, രഹസ്യമായിട്ട് പറയേണ്ടത് പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ അതിലൊരാൾ സങ്കടപ്പെട്ടൊരു കാര്യം പറഞ്ഞ്, പാസ്റ്റർ ഞാൻ 7:30 മണിക്കല്ലേ കൺവെൻഷൻ പ്രസംഗം തുടങ്ങുന്നത്, പാസ്റ്റർ വന്നത് 7:25 ഞങ്ങൾ 3 മണിയായപ്പോൾ ഈ സാധനം ചുമ്മിക്കൊണ്ട് ഇവിടെ വന്ന, പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ചെക്ക് എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് പ്രൈസ്തലോടൊക്കെ പറഞ്ഞ് 5:30 ആയപ്പം പാട്ട് തുടങ്ങിയപ്പോൾ ആദ്യം സോളോ ആയിരുന്നു. നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നമുക്ക് വേണ്ടി പാടുന്നത് സഹോദരി കുമാരി സോ. അത് കഴിഞ്ഞ് നല്ലൊരു പാട്ടാണ്, മനസ്സേ വ്യാകുലം അരുത്. ഇനി അടുത്ത് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ നൈമിഷ്യതയെക്കുറിച്ച് കുറിക്കുന്ന ജീവിതം ഒരു കണ്ണീർ കണമല്ലയോ എന്നുള്ള പാട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടി ഇന്നാര് പാടും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു ക്ലാസിക്കൽ സോങ് ആണ്, പാടുന്ന ഇന്നാരാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് പാടി 7:30 ആയപ്പം പാസ്റ്റർ കയറിയപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയനാണ് ഈ വിഷം. ഞങ്ങൾ 3 മണിയായപ്പോൾ നിന്നല്ലേ പാസ്റ്റർ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി. കാരണം ഈ 3 മണിക്ക് ഇവർ വന്നാലല്ലേ 7:30 എനിക്ക് പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. ഇവർ 3:30 വന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രസംഗിക്കും? അപ്പോൾ അതിന് എല്ലാവരും വേണ്ടേ. ഞങ്ങളുടെ ഒരു ചർച്ചയിൽ മൈക്കിൻ്റെ ഓപ്പറേഷൻ നടക്കുക. അപ്പോൾ ഇവൻ എന്തുകൊണ്ടോ തിരിച്ചപ്പോൾ ഇച്ചിരി ഹവിളി ചെയ്തപ്പോൾ തന്നെ ഒരു അച്ഛൻ ഇവനോട് കയറി അങ്ങ് ചാടി, നീ എന്നോടാ കാണിക്കുന്നത്, എവിടെ എപ്പോഴെങ്കിലും പിടിച്ചിരിക്കുകയാണോടാ, അങ്ങനെയാണോടാ, ഇതെന്ത് പാടാ ഇവൻ പുഴുക്കുന്നലിന് പാവടിക്കാത്ത ഒരു ചെറുക്കനാ എന്ന് പറയാറുണ്ട്. ആരോടും മിണ്ടാത്ത. അന്ന് അവൻ്റെ മട്ടങ്ങ് മാറി. അവനങ്ങ് എഴുന്നേറ്റു, താൻ ഇരിക്കടോ ഇവിടോട്ട്, ഇന്ന് താൻ ഇവിടെ തിരിച്ചിട്ട് പോയത്. അതെന്നാ കാര്യം? എനിക്ക് കുന്തം അറിയത്തില്ല. പിന്നെ പ്രിൻസിപ്പാളൊക്കെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പിടിക്കുക. ഞാൻ സൗണ്ട് എഞ്ചിനീയർ പഠിച്ചതല്ല, തൻ്റെ മോൻ ബിടെക്കല്ലേ കൊണ്ടുപാടും. അല്ല മോനെ, ഞാൻ ചുമ്മാ പറഞ്ഞാൽ താൻ മിണ്ടരുത്, ഇന്ന് ഇവിടുന്ന് താൻ തിരിക്കുക. അപ്പോൾ സത്യം പറഞ്ഞ് എനിക്കും ഇത് അറിയത്തില്ല. ഞാൻ ചുമ്മാ പറയും ബാസ് കുറയ്ക്കുക, ട്രിപ്പിൾ കൂട്ടെന്നൊക്കെ പറയും. എനിക്കിതിൻ്റെ ഏക്കന്നെ പൂക്കന്നെ അറിയത്തില്ല. ഇതാണ് സത്യം. ഇവരറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലേ കാര്യം നടക്കത്തില്ല. സത്യമല്ലേ? പാട്ടുകാരുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പാട്ടിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഈ മരിച്ചുപോയ ബീച്ചു ഉണ്ടല്ലോ, നമ്മുടെ കറങ്ങിയിലെ ബീച്ചാണ് ഗിറ്റാറിസ്റ്റ്, പുള്ളിക്കാരനെ ഞാനും കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് 1-2 വട്ടം പറഞ്ഞ്, പ്രിൻസ് മാസ്റ്ററെ സംഗീതം അറിയത്തില്ലെന്ന് ആർക്കും തോന്നരുത്, അതുകൊണ്ട് നമ്മൾ അവസാനം പാടുന്ന പാട്ടേതാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന പാട്ടാ. ആ പാട്ട് പാടുമ്പോൾ പാസ്റ്റർ ചുമ്മാ എന്നെ നോക്കി പറഞ്ഞാൽ മതി, സി മേജർ. ഞാൻ ചോദിച്ചാൽ അതെന്താ? അതൊക്കെ പിന്നെ പറയാം. അപ്പം കേൾക്കുന്നവർക്ക് തോന്നുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്കെയിലൊക്കെ ചോദിച്ചിട്ട് കയറി, എനിക്കിതൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ സി മേജർ. അപ്പം ഞാൻ ചോദിച്ചാൽ അവരൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നു ഭാഷ ഇവന്മാർക്ക് ആർക്കും ഇതൊന്നും അറിയത്തില്ല, പക്ഷേ ഇവരെല്ലാം നമ്മുടെ ഒരു ടെക്നിക്കാണ്. അപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും സി മേജർ മൈനർ എങ്ങനെയൊക്കെയല്ലേ പറയുക. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് അറിയാൻ തോന്നും. നമുക്ക് ഏതാണ്ട് അറിയാമോ? നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മൾ ഈ മേജറെന്നും മൈനറെന്നൊക്കെ പറഞ്ഞാലും കോഡ് പിടിക്കണമെങ്കിൽ അവർ വേണ്ടേ. അപ്പോൾ ഇവരെ എല്ലാം കൂടെ എന്തോ ചെയ്യണം, കൂടെ നിർത്തണം. അന്നിങ്ങനെ വലിയ നമ്മുടെ ഒറ്റ നോട്ടത്തിലൊരു ആത്മീയ എന്ന് പറഞ്ഞാൽ എന്താ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ കാര്യത്തിൽ അത്ര സജീവമല്ലെങ്കിൽ ആ മക്കളെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്, എന്തോ ആവശ്യത്തിനും കൂടെ നിൽക്കും. കൺവെൻഷൻ കഴിഞ്ഞ് പഴകിയ മുഴുവൻ വേസ്റ്റും ചോറും എല്ലാം കൂടെ മിച്ചം വന്ന് എല്ലാം കൂടെ കിടക്കുമ്പോൾ എൻ്റെ പൊന്നെ എന്തോ മഴയാണ്. ഈ മഴയത്ത് ഇതെല്ലാം കൂടെ കിടന്നങ്ങ് വല്ലാതായി, വല്ലാത്ത മണവും എല്ലാം കൂടെ. എന്തോ ചെയ്യും? നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. നമുക്കിങ്ങനെ വണ്ടി വന്ന് കൊണ്ടുപോകത്തൊന്നുമില്ല. അപ്പം പിന്നെ എന്തോ ചെയ്യും? ഞങ്ങളുടെ ഈ പാവം പിടിച്ച കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇത് വണ്ടിയെ കയറ്റി വേസ്റ്റ് എല്ലാം കൂടെ എടുത്തപ്പം ആ വണ്ടിയിൽ നിന്ന് ഇത് താഴെ പോയപ്പോൾ ഇവർ പിന്നെയും വാരിയപ്പോൾ ഈ പിള്ളേരുടെ ദേഹത്തെല്ലാം വേസ്റ്റ് വീണ് നാറി കഷ്ടപ്പെട്ട് നിങ്ങളെല്ലാം കൊണ്ടുപോകും. ആരും കാണാതെ ഇതൊടത്ത് കുഴിച്ചിടാൻ
കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ കൂട്ടത്തിൽ ഒരു നേഴ്സുണ്ട്, അവളൊരു നായർ കൺവേർട്ടാ. അവൾ എന്നോട് വന്നപ്പം പറഞ്ഞു, ഞങ്ങളെല്ലാം കണ്ടോ പാസ്റ്റേ, ഒന്ന് പ്രാർത്ഥിച്ചോണേ, ആത്മാവിനാൽ പണിയപ്പെടാത്ത ഏഴകളായി ഞങ്ങൾ മാത്രമേ എന്തിനുള്ളൂ. എന്തിയെ പാസ്റ്റർ, ആത്മാവിനാൽ പണിയപ്പെട്ടെന്ന് ക്ലെയിം ചെയ്യുന്നവരൊക്കെ എന്തിയെ? വേസ്റ്റ് ഇതിൻ്റെ കറോഫിലാണെങ്കിലും കർത്താവ് ഞങ്ങളെ രക്ഷിക്കുമായിരിക്കും. ചെറിയൊരു അപ്പം വേസ്റ്റ് വാരണമെങ്കിൽ ഈ ആത്മാവിനാൽ പണിയപ്പെട്ട ഒന്നിനെ കിട്ടുമോ? അതുകൊണ്ട് ആ പുറകിൽ ഒരാൾ കൈവക്കി സൗണ്ടിൻ്റെ അവിടെ ഇരുന്ന ആളാണ്. വേസ്റ്റ് വാരണമെങ്കിൽ ആര് വേണം? സത്യമായിട്ട് ഈ പണിയപ്പെട്ടു എന്ന് പറയുന്നവരെയൊക്കെ കൺവെൻഷന് കസേര ഇടാൻ കിട്ടുമോ? കിട്ടത്തില്ല പ്രിയല്ല. എൻ്റെ അനുഭവത്തിൽ ആരെയും കണ്ടിട്ടില്ല. ഇത് ആര് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു 3 തലമുറയായിട്ട് സഭാ ശുശ്രൂഷ നിൽക്കുന്ന ഞാൻ പറയും, ഇതിനും ആൾ വേണം. വേണ്ടേ? വേണം. ഇവരെ എല്ലാം എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. വേണ്ടേ? ഇവരെ എല്ലാം എന്തോ ചെയ്യണം? കൂടെ നിർത്തണം. ഭയങ്കര മിടുക്കരെ ഒന്നും ഇതിനൊന്നും കിട്ടണമെന്നില്ല. കിട്ടുമോ? ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണർവുണ്ടാകുമ്പം പാട്ട് പാടുന്നവർ വേണം, സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവർ വേണം, കസേര ഇടുന്നവർ വേണം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു അച്ചായനുണ്ട്, നിങ്ങൾ റാന്നി വരണേ, വല്ലപ്പോഴും ഒക്കെ വരുമ്പോൾ ഒന്ന് വന്നേരെ. ഞങ്ങൾക്ക് 2 സർവീസാണ്. അപ്പോൾ ആ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരു അച്ചായനാണ്, വത്സൻ എന്ന് പറയും. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം വത്സൻ എന്നോട് വന്നൊരു ദിവസം പറഞ്ഞു, മക്കളെ പ്രായമായി വരുവാടോ. നല്ല പ്രായമായി, വല്ലതൊക്കെ ചെയ്യണ്ടേ കർത്താവിന്? മേളിൽ ചെല്ലുമ്പം വല്ലതൊക്കെ വേണ്ടേ? എടാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് ചെയ്യാൻ കഴിയും? എന്തോ ചെയ്യാനൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഇനിയിപ്പം ഹൈസ്കൂളൊന്നും പഠിക്കാൻ വയ്യ. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്തോ ചെയ്യാനൊക്കെ? പുള്ളി ഇപ്പം തമാശയ്ക്കുണ്ട് പറഞ്ഞു, എന്തോ ചെയ്യാനറിയാൻ ചോദിച്ചാൽ നല്ല ചായ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. നല്ല ചായ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചായ അടിക്കാമോ? പിന്നെ ചായ അടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം അന്ന് തന്നെ പോയിട്ട് ചായക്കുള്ള എല്ലാ കാര്യവും ചേർത്ത് ലൈവ് ചായക്കുള്ള സംവിധാനം ചെയ്തു. ഞങ്ങളുടെ സർവീസ് രാവിലെ 7 മണിക്ക് തുടങ്ങും. 5:30 ആകുമ്പോൾ വണ്ടി പോകും. 6 മണി 6:15 ആകുമ്പോഴത്തേന് ഫസ്റ്റ് ട്രിപ്പ് വരും. പാവങ്ങളൊക്കെ ദൂരേന്നൊക്കെ വണ്ടിയെ കയറി വരുന്നതല്ലേ. ഈ അച്ഛൻ രാവിലെ വരുന്നവർക്കെല്ലാം ചായ അടിച്ചുകൊണ്ട് നിൽക്കും. അത് നല്ല രസമാണ് കാണാൻ. എല്ലാവരും ചോദിക്കും, എന്താ വേണം? ചായ, കാപ്പി, കടുപ്പം, മധുരം വേണോ വേണ്ട? ചിലൊക്കെ അങ്ങോട്ട് വന്ന് പറയും, നല്ല കടുപ്പത്തിൽ സ്ട്രോങ് മധുരം കൂട്ടി ഒരു ചായ. വീട്ടിൽ പറയാനൊക്കത്തില്ലേ? വീട്ടിൽ കൊടുക്കുന്നത് പിടിക്കില്ല, അത് മധുരം കൂട്ടി സ്ട്രോങ് പറയും മിക്കവാറും എല്ലാം കിട്ടും. അപ്പോൾ പുള്ളി അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ ഏതായാലും ഒരു വലിയ മോഹൻ സിലാസറസ് എന്ന് പറഞ്ഞൊരു ദൈവം, അത് കോവിഡ് തൊട്ട് മുമ്പ് നടന്ന ഏറ്റവും വലിയൊരു ആത്മീയ സംഘമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് റാന്നി നടക്കുക, ഞാനാണ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ അന്നൊരു വലിയ ദൈവദാസനെയും കൊണ്ട് വന്ന ഒരു സഹോദരന് ഇത് കണ്ടു. അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സീനിയർ പാസ്റ്ററാണ്, ബിറ്റ് ഫേമസ്. അദ്ദേഹം തിരിച്ചു പോയിട്ട് എന്നെ വിളിച്ചടയ്ക്ക് പറഞ്ഞു, പാസ്റ്ററെ എന്നെ കൊണ്ട് വന്നത് അക്രൈസ്തവനായ ഒരു വാഹനം ഓടിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ഒരു സാക്ഷ്യം പറഞ്ഞു. എനിക്കതൊന്ന് കോംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് തോന്നിക്കൊണ്ട് വിളിച്ചാൽ. ഞാൻ ചോദിച്ചത് അതെന്താണ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മുറ്റത്ത് LED ബോർഡും എല്ലാം ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് ഈ പ്രസംഗമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല, പുള്ളിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, അവിടെ നിന്നോട് ചായ അടിക്കുന്ന അച്ചായൻ്റെ മുഖത്തൊരു വെട്ടം ഉണ്ടായിരുന്നു. ആ വെട്ടം ഒരു 1.5 വെട്ടമായിരുന്നു. ഇത് കണ്ടോണ്ട് പുള്ളി ചിലപ്പോൾ ഈ ചായ അടിക്കുന്നിടത്ത് മൈക്കിരിക്കുകയാണെങ്കിലുണ്ടല്ലോ, പുള്ളി കൺവെൻഷനൊക്കെ നല്ല രസം കാണുമ്പോൾ പുള്ളി അന്യഭാഷ പറഞ്ഞാണ് ചായ അടിക്കുന്നത്. ആ അന്യഭാഷ പറഞ്ഞ് ചായ അടിച്ചാൽ എന്തോ രുചിയാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ റാന്നിക്ക് വരാൻ എന്നോ രുചിയാണെന്നറിയാം. അപ്പം അത് കണ്ട ഒരു അഴകുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അതും ഒരു ദൈവപ്രവൃത്തിയല്ലേ? അങ്ങനെ ഒരാൾ വേണ്ടേ? അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നു പ്രിയരെ, അവരെല്ലാവരെയും എന്തോ ചെയ്തു? കൂടെ നിർത്തി. എല്ലാവരെയും എന്ത് ചെയ്തു? കൂടെ നിർത്തി. കൂടെ നിർത്തുന്ന ഉണർവാണ് ഉണർവെന്ന് പറയുക. ഒരാളെ പോലും ഒഴിവാക്കാതെ. കാരണം എല്ലാ വ്യക്തിക്കും ദൈവരാജ്യത്തെ കർത്താവ് റോള് വെച്ചിട്ടുണ്ട്. പിന്നെയും എല്ലാവർക്കും ദൈവം ഒരു പ്രതിഫലം, അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളത് സത്യം. അവരെല്ലാവരും അവരെ എന്ത് ചെയ്തു? കൂടെ നിർത്തി. ഇനി കൂടെ നിർത്തി കഴിഞ്ഞപ്പോൾ അടുത്ത കാര്യം കണ്ടോ? യഹോവയുടെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തു? അത്യുച്ചത്തിൽ കണ്ടോ? അടിസ്ഥാനം ഇട്ടു. ഇനിയും ആരിട്ടു? അവിടെ പേരില്ല. ഉണ്ടോ? ഇല്ല. എന്നാൽ 5-ാം അധ്യായത്തിൽ ഒരു പേര് പറയുന്നുണ്ട്. 5:16 വളരെ മൈന്യൂട്ടായിട്ടാണ് പേര്. അങ്ങനെ ശേഷ് ബസർ എന്നല്ലാതെ ഇവിടെ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ആരുടെ പേരില്ല? നമ്മൾ സാധാരണ ഒരു അടിസ്ഥാനമൊക്കെ ഇടുമ്പോൾ, ഞാനും ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഇതുകൊണ്ട് പറയുകയാണ്, അടിസ്ഥാനമൊക്കെ ഇടുമ്പോൾ ഒരു ശില നേരത്തെ കൊണ്ടുവന്ന് വെക്കും. ഫൗണ്ടേഷൻ സ്റ്റോൺ വാസ് ലെയ്ഡ് ബൈ സോ ആൻഡ് സോ. യഹൂദ ദേവാലയത്തിന് അടിസ്ഥാനം ഇടുക. ആരാണ് സ്റ്റോൺ ലെയ്ഡ് ചെയ്തേ? പ്രിസൈഡഡ് ബൈ. നോ. ഉണ്ടോ? ഇല്ല. ആരുടെയെങ്കിലും പേരുണ്ടോ? ഇല്ല. കാരണം ഈ ഉണർവിന് ആർക്ക് പ്രസക്തിയില്ല? വ്യക്തിക്ക് പ്രസക്തി ഇല്ലാത്ത ഒന്നാണ് ഉണർവ്. വ്യക്തിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. ഈ വ്യക്തിക്ക് പ്രസക്തി ഉണ്ടാകുന്നത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം മാറി നിൽക്കുമ്പോഴാണ്. ദൈവാത്മാവിൻ്റെ പ്രവൃത്തിക്ക് എന്തില്ല? വ്യക്തി പ്രസിദ്ധി. ഞാൻ ഒരു ദിവസം ഒരു കൺവെൻഷന് പോസ്റ്റർ അടിച്ചപ്പോൾ എൻ്റെ പൊന്നെ വിളിച്ച ആൾ എന്നെ അങ്ങ് വഴക്ക് പറഞ്ഞു. ഞാനിതെല്ലാം എന്നെ ഒത്തിരി പേര് പഠിപ്പിച്ചു എന്താകണം. എന്നെ ഒത്തിരി പേര് പഠിപ്പിച്ചു എന്ത്
ആകരുത്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വല്ലാതെ വഴക്ക് പറഞ്ഞു. ഞാനങ്ങ് സങ്കടപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചു എന്നാ കാര്യം വെച്ചാൽ ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾ നോട്ടീസ് അടിച്ചു, ഞാൻ കണ്ടു, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ആ ഫോട്ടോ വെച്ചത്. ഞാൻ ചോദിച്ചു ഏത് ഫോട്ടോ? എൻ്റെ ഫോട്ടോ അവിടെ വെച്ചത് എന്നോട് അനുവാദം മേടിച്ചിട്ടാണോ? ഞാൻ ചോദിച്ചു എനിക്കിതൊന്നും അറിയത്തില്ല, ആരെങ്കിലും പിള്ളേർ ചെയ്ത്. അപ്പം ഞാൻ പിള്ളേരോട് ചോദിച്ചപ്പം പറഞ്ഞ് അച്ഛാ അത് ഗൂഗിളിൽ നിന്ന് എടുത്താന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ അതിനകത്ത് പുള്ളി ഫോട്ടോ ഉണ്ട്, അതെടുത്തു. അതല്ലാതെ ഞാൻ പോയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ഉണ്ട്, അതെന്നെ വെക്കാഞ്ഞേ. പുള്ളി എന്നോട് പറഞ്ഞു ഇപ്പോൾ അത് പിൻവലിക്കണം. എൻ്റെ പൊന്നെ, ഞാൻ പിന്നെ പ്രിൻ്റ് ചെയ്തത് പിൻവലിക്കാൻ ഒക്കത്തില്ലല്ലോ. സോഷ്യൽ മീഡിയയിലെ പിൻവലിച്ച് പുള്ളിയുടെ പുതിയ ഫോട്ടോ ഇട്ടു. കൺവെൻഷൻ ക്യാൻസൽ ചെയ്യേണ്ടത് എനിക്കങ്ങ് തോന്നിയതാണ്. പക്ഷേ കൺവെൻഷൻ ക്യാൻസൽ ചെയ്യാൻ നോക്കൂ. ഈ ഫോട്ടോ എന്താ, ഞാൻ തമാശ പറയുകയാണേ, എന്നാലും കാര്യം കേട്ടോണേ. ഞങ്ങൾ ഈ പവർ വിഷനിലൊരു അപ്പോൾ കൂട്ടത്തിൽ സുന്ദരൻ അനീഷാണ്. നമുക്ക് പ്രായമായില്ലേ, നരച്ചൊക്കെയായില്ലേ. ഇപ്പോൾ അനീഷ്, അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ സുന്ദരൻ അനീഷ് വരുന്നു, മേളിലുണ്ട് കേട്ടോ, നമ്മുടെ ഒരു അനീനാണ്, അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോട് പറയും. അപ്പോൾ അനീഷെ സുന്ദരനൊക്കെ ആണെങ്കിലും ഞാൻ പറയും നീ സുന്ദരനാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നീ ആധാറിൻ്റെ കാർഡ് ഫോട്ടോയിൽ നോക്കിയാണ്. ഈ ആധാറിൻ്റെ ഫോട്ടോ നോക്കുമ്പോൾ എല്ലാവരും നല്ല നീളത്തിലൊക്കെ ഇല്ലേ ഇരിക്കുന്നത്. ഇപ്പം കുറച്ചുകൂടെയൊക്കെ മാന്യതയായി. പഴയ ആധാറിൻ്റെ ഫോട്ടോയ്ക്കകത്ത് ഇരിക്കുമ്പോൾ നല്ല ഫോട്ടോ അല്ലേ, അത് വേണം പ്രിൻ്റ് ചെയ്യാൻ. ഏതെങ്കിലും കൺവെൻഷൻ കൊടുക്കുകയാണെങ്കിൽ ആധാറിൻ്റെ ഫോട്ടോ കൊടുക്കണം. എന്നാലേ അല്ലേ, എന്തിനാപ്പാ ഇതൊക്കെ? ഇവിടെ ബെൽശസ്സർ എന്നൊക്കെ അപ്പുറത്ത്, ഇവിടെ അങ്ങനെ ഒരു കോൺടെസ്റ്റ് ഇല്ല. കാരണം ഇവിടെ വ്യക്തി കേന്ദ്രീകൃതമല്ലാതെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഉണർവുകൾ ഉണ്ടാകാൻ നമുക്ക് ഈ വ്യക്തിക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെ പ്രാർത്ഥിക്കണം. ദൈവമേ, അതുകൊണ്ടാണ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു ദൈവദാസം വന്നിട്ട് പറയും, പ്രിൻസിപ്പാസ്റ്റേ കാര്യമൊക്കെ ശരിയാ, മര്യാദയ്ക്ക് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് ശ്രദ്ധിച്ചോണം, ക്രിസ്തുവിൽ മറഞ്ഞു നിന്നോണം, ക്രിസ്തുവിൽ എന്ത് ചെയ്തോണം, മറഞ്ഞു നിന്നോണം. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുക, ഞാനോ കുറയണം, അങ്ങ് എന്നിൽ എന്ത് ചെയ്യണം, വളരണം. ഇതെല്ലാം ഓർക്കണം കേട്ടോ. ഇവിടെ വ്യക്തിക്ക് പ്രാധാന്യമില്ല. വളരെ നമ്മളെല്ലാവരും, നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഭയങ്കര ഒരു സാധനമാണ്. എൻ്റെ പേരുണ്ടോ, എന്നോട് ചോദിച്ചോ, എന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന ഈഗോയുടെ ലോകത്തുനിന്ന് പുറത്ത് വന്നെങ്കിൽ മാത്രമേ ഉണർവുണ്ടാകണ്ടേ. ഇനി അടുത്ത ഒരു ജനറേഷന് വേണ്ടി വലിയൊരു ഉണർവുണ്ടാകണ്ടേ. അപ്പോഴാണ് ഈഗോ, നമുക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്ത എന്നാൽ കർത്താവ് മാത്രം ഉയർത്തപ്പെടുന്ന ആത്മീയ ഉണർവുകൾ അന്ത്യകാലത്തുണ്ടാകും. അത് കൊതിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, ഇതിനകത്ത് എല്ലാവർക്കും ഒരു റോളുണ്ട്. വ്യക്തിക്കല്ല ഇവിടെ പ്രാധാന്യം, ആർക്കാണ്? കർത്താവിനാണ്. വ്യക്തിക്ക് എന്ത് പ്രാധാന്യമാണ്? നമ്മുടെ ഫോട്ടോ, നമ്മുടെ പേരുണ്ടോ, നമ്മൾ ആരാന്ന് ഈ ചിന്ത. നമ്മളാരാ സത്യത്തിൽ? ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ വരികയാണ്. തിരുവനന്തപുരം സൈഡ് ഭയങ്കര കൺവെൻഷൻ എല്ലാം ഭയങ്കര ഫോട്ടോ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നല്ല ഉറക്കമാണ്, വണ്ടിയെ കിടന്ന്. വണ്ടി ഓടിച്ച മോൻ വണ്ടി ചവിട്ടി നിർത്തി, അച്ഛ എന്നടാ നോക്കച്ഛ എന്തോന്ന്. ഞാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, അച്ഛ കാണച്ച അടിപൊളി ഒരു സാധനം. നോക്കിയപ്പോൾ ഒരു വളവിന് ഒരു മരത്തിൽ ഒരു കൺവെൻഷൻ്റെ ഫോട്ടോ. എൻ്റെ പൊന്നും, അത് ചെറിയ ഫോട്ടോ ഒന്നുമല്ല, ഒരൊറ്റ ഫോട്ടോ. ഞാനിങ്ങനെ നിൽക്കുകയാണ്, നല്ല മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് നല്ല വെളുത്ത് നിൽക്കുകയാണ്. അച്ഛ കണ്ടോ അച്ഛ? പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു പേടിയാണ് തോന്നിയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ആരാ? എല്ലാം ശപിക്കപ്പെട്ടവനാ. കോൺടെസ്റ്റ് അതല്ല കേട്ടോ, ശ്രമിക്കണേ. ഔട്ട് ഓഫ് കോൺടെസ്റ്റില്ല, മിസ്കോട്ട് ചെയ്തതാ. എന്നാലും എന്തോന്ന് ഫോട്ടോ, എന്തോന്ന് ഇത്. കർത്താവെ ക്രൂശിൽ മറഞ്ഞ് ഇന്ന് വ്യക്തിക്ക് പ്രാധാന്യമില്ലാതെ എല്ലാവരെയും കൂടെ നിർത്തി വചനത്തിലേക്ക് മടങ്ങി വരുന്ന ആത്മീയ നവോത്ഥാനങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായി. കാരണം എവിടെയൊക്കെയോ നമ്മുടെ മുഖം വൈരൂപ്യപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യമല്ലേ. പെന്തക്കോസ്ത് ലോകത്തിൻ്റെ മുഖം പലയിടത്തും വൈരൂപ്യപ്പെടുന്ന ഈ ലോകത്ത് ഒരുമനപ്പെട്ട് വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത ആത്മീയ ഉണർവുകൾക്കായി പ്രാർത്ഥിക്കണം. കരങ്ങളെല്ലാം ഉയർത്തി അല്പസമയം പ്രാർത്ഥിച്ച്, എല്ലാവരും കരങ്ങൾ ഉയർത്തി അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത വചനത്തിലേക്ക് മടങ്ങി വരുന്ന, അതിന് എങ്ങനെ വരും? എൻ്റെ വഴികളല്ല നിൻ്റെ വഴികൾ, എൻ്റെ വിചാരങ്ങളല്ല നിൻ്റെ വിചാരങ്ങൾ. പക്ഷേ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം വേണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്തിന്? ദൈവമേ, ഞാനെന്ന വ്യക്തി, എൻ്റെ ചെറിയ ഈഗോകൾ ദൈവപ്രവൃത്തിക്ക് തടസ്സമാകരുത്. എൻ്റെ കുറച്ച് വാശി, ഞാൻ പറഞ്ഞത് കേട്ടില്ല, അല്ലെങ്കിൽ എന്നെ ഉൾപ്പെടുത്തിയില്ല, എന്നോട് ചോദിച്ചില്ല, ഈ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു ആത്മീയ നവോത്ഥാനത്തിൻ്റെ ലോകത്തേക്ക് വരുവാൻ എന്നെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ വേദപുസ്തകം വായിക്കണം, വേദപുസ്തകം വായിച്ചു തുടങ്ങണം. ഏറെ നേരം വേദപുസ്തകം വായിക്കണം, ഒറ്റയ്ക്കിരുന്ന് വേദപുസ്തകം വായിക്കണം. ഒറ്റയ്ക്ക് ഞാനൊരു ഉണർവിൻ്റെ ദർശനം കണ്ടു. ആ ദർശനം കൃത്യമായി ഞാൻ കണ്ടൊരു ദർശനമാണ്. ദർശനം ഇതാണ്. എനിക്കറിയാവുന്ന അമ്മമാർ, എനിക്കറിയാവുന്നവരാണ്, അവരെപ്പോഴും സങ്കടം പറയുന്നു. മക്കളെല്ലാം രാത്രി ചെല്ലുമ്പോൾ 2 മണി, 1 മണി, 3 മണിയൊക്കെ, 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നില്ല, എല്ലാം ഫോണിലാണ്.
പക്ഷെ മേടിച്ച് വെച്ചാൽ പിന്നെ ഇടിനാശം വെള്ളപ്പൊക്കമാണ്. മേടിച്ച് വെക്കാൻ ഒക്കുമോ? ഒക്കത്തില്ല. പിന്നെ അവിടെ കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം എല്ലാം നടക്കും. അപ്പം പിന്നെ എന്തോ ചെയ്യും? അങ്ങനെ ഇരിക്കെ ഈ അമ്മ, ഞാൻ കണ്ട ദർശനത്തിൽ അമ്മ രാത്രി എഴുന്നേറ്റപ്പം വെളുപ്പിനെ ആയപ്പോൾ മോൻ്റെ മുറിയിൽ ലൈറ്റ് കാണുകയാണ്. ലൈറ്റ് കണ്ടപ്പോൾ അമ്മ സങ്കടപ്പെട്ട് ആരിച്ചപ്പെട്ട്. ഇനിയും അവൻ ഉറങ്ങിയിട്ടില്ല. പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ അമ്മ കണ്ട കാഴ്ച ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. അവൻ മുട്ടക്കുത്ത് നിൽക്കുകയാണ്. വേദപുസ്തകം കട്ടിലെ ഇരിപ്പുണ്ട്. കണ്ണീരതിലൂടെ ഒഴുകുന്ന ഒരു ദർശനം ദൈവം എന്നെ കാണിച്ചു. അത് ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല, അന്ത്യകാല ഗുണവിന് വേണ്ടിയുള്ള അമ്മ അപ്പം മോടെ മുറിയിൽ പോയപ്പം അവളും നിൽക്കുന്ന പുസ്തകം അവിടെ ഇരിക്കുന്നു. പുസ്തകത്തിലൂടെ കണ്ണീർ ചാലുകൾ ഒഴുകി വീഴുന്ന ഒരു കാഴ്ച ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചെറിയ ഈഗോകളെല്ലാം മാറിയിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി കർത്താവേ വലിയൊരു ഉണർവിന് വേണ്ടി കൊതിക്കുന്നവർ ഇന്ന് രാപ്പകൽ അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചേ. അത് സംഭവിക്കണം. ഈ കുഞ്ഞുങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നു 100% ഇന്ന് നഷ്ടങ്ങളുടെ ഒത്തിരി കഥകൾ നമുക്ക് പറയാനുണ്ട്. അവർ പോയി, ഇവർ പോയി, ഇന്നാര് പള്ളിയിൽ പോയി, അവർ പോയി, ഇവർ പോയി, തിരിഞ്ഞു പോയി, പിന്തിരിഞ്ഞു പോയി. എന്നാൽ ലൂക്കോസ് 15 പറയുന്നത് പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് അല്ല, പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ആണ്. നമ്മൾ ചിലയിടത്തൊക്കെ കാണത്തില്ലേ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ സുവിശേഷം ആകത്തില്ല. അതിനകത്ത് എന്താ സുവിശേഷം? എന്നാൽ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് പറയുമ്പോൾ അതിനകത്തൊരു സുവിശേഷമുണ്ട്. കളഞ്ഞത് പോയതെല്ലാം തിരികെ പിടിക്കുന്ന ഉണർവ്, പോയവരെല്ലാം മടങ്ങി വരുന്ന ഉണർവ്. മക്കളെല്ലാം വേദപുസ്തകത്തിൻ്റെ മുമ്പ് ആരും പറയാതെ പുസ്തകം വായിച്ച് കരയുന്ന മക്കൾ, ആ സ്വപ്നം ഒന്ന് കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ഒരിടത്ത് കുഞ്ഞിരുന്ന് വേദപുസ്തകം വായിക്കുന്നു, അപ്പുറത്ത് ഒരിക്കലും ഫോണിൽ നോക്കിക്കൊണ്ട് സമയങ്ങൾ ചെലവഴിക്കുന്ന അപ്പം താണ്ട് പുസ്തകത്തിൻ്റെ മുമ്പ് ഇരിക്കുന്നു. എല്ലാവരുടെയും കണ്ണിന്ന് കണ്ണീര് വീഴുന്നു. ആ ഉണർവിനായി കൊതിച്ച് കുടുംബങ്ങൾ ഗണമായി പുറപ്പെടും. ആ ചരിത്രത്തിൽ നമ്മുടെ ചരിത്രവും വേണ്ടേ? അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ നിൽക്കാവുന്ന എല്ലാ മക്കളും മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച്